ജീവിതം ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് എന്ന് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിതത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുവാൻ കഴിയില്ല, ജീവിതത്തെ നമുക്ക് പ്രവചിക്കുവാൻ കഴിയില്ല. ജീവിതം ഭാരതപ്പുഴ പോലെയാണെന്നൊക്കെ പല കവികളും ജീവിതത്തെ ഊഹിച്ചിട്ടുണ്ട്. ജീവിതത്തെ ഭാരതപ്പുഴയോട് പല കവികളും ഊഹിച്ചിട്ടുണ്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും നമുക്ക് ഓരോ അനുഭവങ്ങൾ നൽകിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് തിരിച്ചു ലഭിക്കുന്നതല്ല. പക്ഷേ ഈ ഓരോ നിമിഷവും നമുക്ക് ഓരോ പാഠങ്ങൾ നൽകുന്നുണ്ട്, ഈ ഓരോ അനുഭവങ്ങൾ നൽകുന്നുണ്ട്. ഈ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? പാഠം പഠിച്ച് ആ ജീവിതത്തിൽ മുന്നോട്ട് പോകുക. അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നന്മകൾ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നന്മ വേണമെന്നാണ്. വാക്കിലും പ്രവൃത്തി ഉണ്ടായിരിക്കണം. അതുപോലെ വാക്കിലും നന്മയുണ്ടായിരിക്കണം, പ്രവൃത്തിയിലും നന്മയുണ്ടാവണം. കേട്ടോ, പറഞ്ഞപ്പം വാക്കിലും നന്മയുണ്ടായിരിക്കണം, പ്രവൃത്തിയിലും നന്മയുണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണുവാൻ പാടില്ല. ഒരാളെയും നമ്മുടെ ജീവിതത്തിൽ വില കുറച്ച് കാണുവാൻ പാടില്ല. കേട്ടോ, നിങ്ങൾ ഒരാളെ വില കുറച്ച് കാണുകയോ അയാളെ പുച്ഛിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ ആശ്രയിക്കേണ്ടതായി വരും. കേട്ടോ, അതൊരു അലംഘനീയമായ പ്രപഞ്ച സത്യമാണ്. നമ്മളൊരാളെ ചെറുതായി കണ്ടു കഴിഞ്ഞാൽ ചെറുതായി കാണുകയോ അല്ലെങ്കിൽ വില കുറച്ച് കാണുകയോ അയാളെ പുച്ഛിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അയാളെ സമീപിക്കേണ്ടതായിട്ട് വരും. അലംഘനീയമായ ഒരു പ്രപഞ്ച സത്യമാണ്. ഈ സത്യം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണാനോ ആരെയും പുച്ഛിക്കാനോ ഒന്നും പാടില്ല. അപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്, ഞാൻ ആരെയും വില കുറച്ച് കാണുന്ന ഒരാളല്ല. സത്യം, ഒരാളെയും വില കുറച്ച് കാണുന്ന ഒരാളല്ല. എന്നാൽ ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയാറുമില്ല. കേട്ടോ, അങ്ങനെയുണ്ട്. ഒരാളുടെ കുറ്റം ഞാൻ മറ്റൊരാളോട് പറയാറില്ല. ജീവിതത്തിൽ ആരെയും ഞാൻ വില കുറച്ച് കാണാറുമില്ല. എന്നാൽ ഞാൻ അമിതമായിട്ട് ആരോടും വർത്തമാനം പറയാറുമില്ല. അങ്ങനെയുണ്ട്. കേട്ടോ, ഒരാളെ അമിതമായിട്ട് ആരോടും വർത്തമാനം പറയാറുമില്ല. എൻ്റെ പരിചിതരെ കണ്ടാൽ പോലും ചിലപ്പോൾ ഞാൻ വർത്തമാനം പറയാറില്ല. അവർ എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരാളെയും എന്ത് ചെയ്യാറില്ല? വില കുറച്ച് കാണാറില്ല, ഒരാളെയും പുച്ഛിക്കാറില്ല, ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയാറുമില്ല. കേട്ടോ, എപ്പോഴും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാളെ വില കുറച്ച് കാണാൻ പാടില്ല. നമ്മൾ ഒരാളെ വില കുറച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അതെന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് അയാളെ സമീപിക്കേണ്ടതായിട്ട് വരും. കേട്ടോ, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് അലംഘനീയമായ പ്രപഞ്ച സത്യമാണ്. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിയട്ടെ. അതുപോലെ നന്മകളെന്ന് പറഞ്ഞാൽ എവിടെ വേണം ഉണ്ടായിരിക്കണം? അത് നമ്മുടെ വാക്കിലും ഉണ്ടായിരിക്കണം, പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. പ്രവൃത്തിയിൽ നന്മയുണ്ട്, എന്നാൽ വാക്കിൽ നന്മയില്ലെങ്കിൽ ആ നന്മയ്ക്ക് എന്തില്ല? ആ വ്യക്തിയുടെ നന്മയ്ക്ക് എന്തില്ല? ഒരു മൂല്യം കുറയും. കേട്ടോ, മൂല്യം കുറയും. നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത്, പക്ഷേ വാക്ക് മോശമാണ്, അല്ലെങ്കിൽ വാക്കുകൾ ഒരുപാട് പേരെ മുറിവേൽപ്പിക്കുന്നതാണെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന നന്മയ്ക്ക് മൂല്യം കുറയുമെന്നാണ്. അപ്പം വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ എന്തുണ്ടായിരിക്കണം? നന്മയുണ്ടായിരിക്കണം. കേട്ടോ, നന്മകൾ പ്രവർത്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ വളരെ സുരക്ഷിതമായി മുന്നോട്ട് നീക്കാൻ ആർക്കേ കഴിയൂ? നമ്മളുടെ നന്മകൾക്ക് മാത്രമേ കഴിയൂ. നമ്മളിലെ ചെറിയ നന്മകൾക്ക് പോലും, ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്ത ചെറിയ നന്മകൾക്ക് പോലും ഘോരമായ ആപത്തിനെ തടയുവാനുള്ള കഴിവുണ്ടെന്നാണ്. അതുകൊണ്ട് നന്മകൾ അനുസരിച്ച് തുടരുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ എന്ത് ചെയ്യുക? ചെയ്തുകൊണ്ടേയിരിക്കുക.